ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തുടക്കം. ജീവിതം കെട്ടിപ്പടുക്കുവാൻ പല ജോലികളും ചെയ്തു. ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിഞ്ഞത് സാറയുടെ കഠിനാധ്വാനത്തിൻ്റെ കൂടി കഥയാണ്. തകർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന സെറീന തൻ്റെ ജീവിതം കൊണ്ട് പലർക്കും മാതൃകയും പ്രചോദനവുമാണ്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും സ്വന്തമായി സാറ ആർട്ടിസറി എന്ന പേരിൽ വീടിൻ്റെ മുകൾ നിലയിൽ ഒരുക്കിയ മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉടമ കൂടിയാണ് സാറ. കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം ഗസൽ വീട്ടിൽ സെറീന ഹാരിസ് സാറ ബ്രാൻഡിൽ അറിയപ്പെടാൻ തുടങ്ങിയത് താൻ തുടങ്ങിവെച്ച സംരംഭങ്ങളിലൂടെയാണ്. വയോജനങ്ങൾക്കായി സാറ ട്രാൻകിൽ എന്ന പുതിയ സംരംഭത്തിന് കൂടി സാറ തുടക്കമിട്ട് കഴിഞ്ഞു. 2017 വരെ വീട്ടമ്മ മാത്രമായിരുന്ന സാറയുടെ ജീവിതം മാറിമറിയുന്നത് ഭർത്താവ് ഹാരിസ് അഹമ്മദിൻ്റെ മരണത്തോടെയാണ്. വിദേശത്ത് ജോലിയിലായിരുന്ന ഹാരിസ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. വലിയ സാമ്പത്തികമൊന്നുമില്ലാതിരുന്ന സ്ഥിതിയിൽ നിന്നും 2 കുട്ടികളടങ്ങുന്ന കുടുംബത്തിൻ്റെ ചുമതല ഇതോടെ സാറയുടെ ചുമലിലായി. അതോടെ അടുക്കളക്കാര്യം മാത്രം നോക്കിയിരുന്ന സാറ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി. ആദ്യം ഗൾഫിലെ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലിക്ക് കയറി. മാസങ്ങൾക്ക് ശേഷം തിരികെ പോരേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് നാട്ടിലെത്തി വാഹന ഷോറൂമിൽ ജോലിക്ക് കയറി. 3-ാം പക്കമാണ് എനിക്ക് മനസ്സിലായത്, ഞാനിങ്ങനെ വെറുതെ കിടന്നാൽ പോരാ, എന്തെങ്കിലും തനിയെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായ ഒരു 3-ാം ദിവസം തന്നെ എനിക്ക് ആ തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ, ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ബന്ധപ്പെടുകയും അതുവഴി ഒരു ജോലി, ഗൾഫിലൊരു ജോലി തരപ്പെടുത്താൻ വേണ്ടി അവരോട് പറയുകയും ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ 70-ാമത്തെ ദിവസം എനിക്ക് ഗൾഫിൽ ജോലിക്കായി പോകേണ്ടി വന്നു. അത് കുടുംബത്തിൽ നിന്ന് ഒരുപാട് എനിക്ക് എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നതാണ്. അത് മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നിന്നാൽ ആ തുടക്കത്തിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ മുന്നോട്ട് വരുമ്പം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ 70-ൻ്റെ അന്ന് തന്നെ ഗൾഫിൽ പോവുകയും അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു. അങ്ങനെ പുറകെ എൻ്റെ മക്കളെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ പ്രതിസന്ധിയുള്ള ഒരു ക്രൈസിസ് ഉള്ള കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസവും ചെലവും എല്ലാം കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങളൊരു 7 മാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ വീണ്ടും പഴയ പോലെ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് ഞാൻ ഓൺലൈൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ടൊന്നും നമുക്ക് ജീവിതം മുന്നോട്ട് ഓടിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഞാൻ AVG മോട്ടോഴ്സിൽ ജോലിക്ക് കയറി. അവിടെയും കുറേ നമുക്ക് എല്ലാ നമ്മളൊരു നല്ല സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വന്നിട്ട് ചില ജോലി സ്ഥലത്തെ ചില ബുദ്ധിമുട്ടുകളൊന്നും നേരിടാൻ നമ്മളെക്കൊണ്ട് മാനസികമായിട്ടും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. അങ്ങനെയാണ് കോഫി വെൻഡിങ് മെഷീൻ ഡീലർഷിപ്പ് ഞാൻ എടുക്കുന്നത്. അതൊരു നമ്മുടെ ഒരു കുടുംബ സുഹൃത്ത് വഴിയാണ് ആ ഒരു അവസരം എനിക്ക് കിട്ടിയത്. ലാസ്റ്റ് എനിക്കൊരു നല്ല രീതിയിൽ വരുമാനം കിട്ടത്തക്ക രീതിയിൽ അതിനെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ വീണ്ടും സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ബിസിനസ് വളരെ കുറഞ്ഞു വന്നു. അന്നേരം ഇനി എന്ത് ചെയ്യും മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ചിന്തയിൽ നിന്നും ഒരു ദിവസം രാത്രി കിടന്നപ്പോൾ തോന്നിയതാണ് ക്ലൗഡ് കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്. ക്ലൗഡ് കിച്ചൺ ചെയ്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ കോവിഡ് സമയത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫുഡ് മേടിക്കാനായിട്ട് ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കോവിഡിന് ശേഷം വീണ്ടും ഹോട്ടലൊക്കെ വീണ്ടും ഓപ്പൺ ആയപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് നഷ്ടം വരും, കാരണം വേണ്ടത്ര ഓർഡർ കിട്ടത്തില്ല എന്നൊക്കെ വന്നപ്പോഴാണ് ഞാൻ ക്ലൗഡ് കിച്ചൺ ഇനി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായത്. അത് ഈ കോവിഡിന് മുന്നേ തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു മേക്കപ്പ് പഠിക്കുക എന്നുള്ളത്. കാരണം ചെറുപ്പം മുതലേ എനിക്ക് ഒരുങ്ങി നടക്കാനും ഒരുക്കാനും വളരെ ഇഷ്ടമായിരുന്നു. പെൺപിള്ളേരുണ്ടെങ്കിൽ അവരെ കണ്ടാൽ പിടിച്ചു നിർത്തിയൊന്ന് ഒരുക്കുന്ന ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ പഠിക്കുന്ന കാലത്തും അത് കഴിഞ്ഞും കല്യാണ പെണ്ണുങ്ങളെ വരെയും നമ്മുടെ കയ്യിലുള്ള ചെറിയ സാധനം, ഇന്നത്തെ പോലെയല്ല, ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് കല്യാണത്തിന് പെൺകുട്ടികളെയൊക്കെ ഞാൻ ഒരുക്കി വിട്ടിട്ടുണ്ട്, സാരി ഉടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഷൻ ഉള്ളത് കൊണ്ട് കോവിഡിന് മുന്നേ ഞാൻ പട്ടൻ റഷീദിൻ്റെ അക്കാഡമിയിൽ, സാറിൻ്റെ അക്കാഡമിയിൽ പോയി അന്വേഷിക്കുകയും അഡ്വാൻസ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് കോവിഡ് വരുന്നത്. അപ്പോൾ അവർ ഓൺലൈൻ ക്ലാസ് ആക്കിയപ്പം എനിക്കത് താല്പര്യമില്ലായിരുന്നു. കാരണം എന്തും നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാണോ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് അന്ന് വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡിന് ശേഷം ഞാൻ അവിടെ ജോയിൻ ചെയ്യും. അതിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ഥലം വാങ്ങി
വീട് വയ്ക്കാനുള്ള കുറച്ച് ഫണ്ട് ഒക്കെ ഒപ്പിച്ചു. അതിനുശേഷം ലോൺ എടുത്തു. അങ്ങനെ ആ ലോൺ എടുത്ത വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്ത പൈസ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി, മേക്കപ്പ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, സാറിൻ്റെ അക്കാഡമിയിൽ പോകുന്നത്. അക്കാഡമിയിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാനിവിടെ വീട് പണി നടത്തിക്കൊണ്ടിരുന്നത്. വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്. സ്ഥലം വാങ്ങി 1 വർഷം ഇട്ടതിന് ശേഷം വീട് പണിയുന്നത്. അപ്പോൾ ഈ സ്ഥലം വാങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ വീട് അതേ ചിത്രമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും എൻ്റെ സ്വപ്നമായിരുന്നു. 2.5 വർഷം കൊണ്ടാണ് ഞാൻ ഈ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത്. അത് വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ ഒരു പേപ്പറിലാക്കാൻ കുറേ കഷ്ടപ്പെട്ടു. 2.5 വർഷം എടുത്തു. അത് ടെക്നിക്കലി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 എൻജിനീയർമാരെ ഞാൻ കണ്ടു. 4 പേരോടും എന്ന് പറയുക പറഞ്ഞിട്ട് പലർക്കും അത് മനസ്സിലാകുന്നില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ വീടിൻ്റെ ഓരോ മുക്കുമൂലയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ 4ാമത്തെ എൻജിനീയറാണ് ഇതിൻ്റെ ബേസ് വരച്ചത്. അങ്ങനെ ആ കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന പോലെ വീട് പണി നടത്തുന്നത്. അതിൻ്റെ ഞാൻ തനിയെ ലേബറിന് ആളെ വിളിച്ച് വരുത്തി പറഞ്ഞു കൊടുത്തിട്ടാണ്. ഒരു കോൺട്രാക്ടറോ അങ്ങനെയൊന്നും എൻ്റെ ഈ വീടിനില്ല. കോഴ്സ് പൂർത്തിയാക്കി തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആദ്യം തന്നെ മനോരമയുടെ ഒരു വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അവരുടെ മലയാള മനോരമയുടെ വിഷുക്കണി എന്ന് പറയുന്ന മാഗസിൻ്റെ കവർ പേജ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ തൊഴിൽ ആദ്യമായി ചെയ്തു തുടങ്ങുന്നത്. അതിനുശേഷം പല വർക്കുകളും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ബ്രൈഡുകളെ പലരെയും ചെയ്യാൻ അവസരം കിട്ടി. അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനെ അവരുടെ ഫോട്ടോഷൂട്ടുകൾ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അങ്ങനെ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്തു വരുന്നു. ഇതിനിടെ കോസ്മെറ്റോളജി പഠിച്ചിറങ്ങി സ്വന്തമായി ബ്യൂട്ടി പാർലർ ആരംഭിച്ച സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി സാറ വളരുകയായിരുന്നു. ഓൺലൈൻ ബ്യൂട്ടി വ്യാപാരം, ഇൻഷുറൻസ് ഏജൻറ്റ്, സെയിൽസ് തുടങ്ങിയ വിവിധ ജോലികളും ചെയ്തു. ഇതിനിടെ ചെറുതും വലുതുമായ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിലുണ്ടായതായി സാറ പറയുന്നു. ഒക്കെ പോയതിന് ശേഷം ഇവരാരും വിചാരിച്ചിരുന്നില്ല ഞാനിങ്ങനെ മക്കളെ നോക്കി തനിച്ച് ഇത്രയും ഫൈറ്റ് ചെയ്ത് ജീവിക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. അതവർ തുറന്ന് നമ്മളോടും അല്ലാതെയൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഇന്ന് നമ്മളെ വളരെ അഭിമാനത്തോടു കൂടിയും അങ്ങനെയുള്ള പലരും എന്നോട് പറയുന്നുണ്ട്, ഞാനൊരു ഇൻസ്പിറേഷനാണെന്ന് വരെ പറയാറുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ ജീവിതം കാണുമ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാറുണ്ടെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെയൊക്കെ പോണ സമയത്ത് ഈ പറയുന്ന ഇത്രയും ചെറുപ്പക്കാരൊന്നും ഇത്രത്തോളം മരണം സംഭവിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആക്റ്റീവാണ്. കുറച്ചായിട്ട് എഴുതുകയും ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ, എനിക്കൊന്ന് കോവിഡ് ടൈമിലൊക്കെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകൾ എന്നോട് ഇൻബോക്സിൽ വന്ന് സംസാരിക്കാറുണ്ട്. എങ്ങനെയാണിത് ഓവർകം ചെയ്തത് എന്ന് പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ അവർക്കെല്ലാം ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ അവരുടെ കഴിവുകൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ഒരു ലേഡി ഇതുപോലെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ എന്നെ പരിചയപ്പെടണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നതെന്ന് പറഞ്ഞ് ഭർത്താവ് നഷ്ടപ്പെട്ട് 4ാം പക്കം എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും പറ്റുന്നില്ല അവർക്ക്, എന്താണ് ഞാൻ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ട്. 4ാം പക്കം എന്നെ വിളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വീട് പണിയും ഇതുപോലെ എറണാകുളത്ത് പഠിക്കുന്ന ഒരു സമയമാണ്. ഒട്ടും സമയമില്ലെങ്കിൽ പോലും ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാക്സിമം സമയം കണ്ടെത്തുകയും അവരിലെ കഴിവുകൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരെ ഞാനൊരു തൊഴിൽ മേഖലയിലേക്ക് വിടുകയും ഒക്കെ ചെയ്യുകയും അതിനുശേഷം അവർ വളരെ സ്ട്രോങ് ആകുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കാണുമ്പം ഞാൻ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തമ്പുരാൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ പഠിച്ചവൻ കൂടുതൽ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. മറ്റുള്ളവർ വിഷമിച്ചിരിക്കുന്നവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണം അവരിൽ നിന്നായിരിക്കില്ല നമുക്ക് കിട്ടുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കാത്തവരായി ആരും തന്നെയില്ല. അങ്ങനെ പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ തളർന്നു പോകുന്നത് സ്വാഭാവികം. നിങ്ങൾ തളർന്നോളൂ, പക്ഷേ തകർന്നു പോകരുത്. ഒരു വ്യക്തിയുടെ ജീവിത വിജയം അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന നിലയിലുള്ള അവരുടെ വിജയം എന്ന് പറയുന്നത് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധം ടേൺ ഓവർ കാട്ടിക്കൊടുക്കുന്നു, അതൊന്നും മാത്രമല്ല ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ വീണു പോകുമ്പോൾ ആ ഓരോ വീഴ്ചകളിൽ നിന്നും എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ പോലും നമ്മുടെ വിജയം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല, നമ്മൾ മാന്യമായ ജോലികൾ ചെയ്ത്, മാന്യമായ ഏത് ജോലികളും ചെയ്ത്
സാമ്പത്തികപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ഉള്ള ബാധ്യതകളൊന്നുമില്ലാതെ ഓരോ രാത്രികളിലും നമുക്ക് മനസ്സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു വിജയകരമായ അല്ലെങ്കിൽ വിജയം നേടിയ സംരംഭക തന്നെയാണ്. നമുക്ക് മറ്റുള്ളവർ നമ്മളോട് പലതും പറയുന്നുണ്ടാവും, ഇന്ന ജോലിയെ ചെയ്യാവൂ അല്ലെങ്കിൽ ഇന്ന ബിസിനസ്സേ ചെയ്യാവൂ എന്ന് പലരും അവരവരുടെ ലോജിക്ക് അനുസരിച്ച് പലതും പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളിലെ സംരംഭകയെ തിരിച്ചറിയേണ്ടത് നമ്മൾ മാത്രമാണ്. കണ്ടു നിൽക്കുന്ന പലരും പറയുന്നത് നമ്മളൊരു ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ നമ്മൾ ഉയർന്നു വന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇപ്പം ഞാൻ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഓൺലൈൻ ബുട്ടീക്ക് തുടങ്ങി, അല്ലെങ്കിൽ ജോലിക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ ക്ലൗഡ് കിച്ചൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് മേക്കപ്പിൽ വന്നു. അപ്പോൾ ഈ കണ്ടു നിൽക്കുന്നവർ പറയുന്നത് ഞാൻ ഒന്നിലും ഉറച്ചു നിൽക്കുന്നല്ല എന്നുള്ളൊരു അഭിപ്രായം പറയലുണ്ട്. പക്ഷേ ഓരോന്നിനും എനിക്ക് ഓരോ കാരണങ്ങളുണ്ട്. അതിലൊന്നും ഞാൻ ഈ ക്ലൗഡ് കിച്ചൺ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്നും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കോഫി മെഷീൻ്റെ ബിസിനസ് ആണെങ്കിലും ശരി, എൻ്റെ ഓൺലൈൻ ബുട്ടീക്ക് ആണെങ്കിലും ശരി, ഞാൻ അതുപോലെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ഒരു എന്താ പറയുക ഡെപ്പോസിറ്റ് സ്കീം ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം തന്നെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമുക്കതെല്ലാം കൂടെ ചെയ്തുകൂടാ? ഇപ്പോൾ മേക്കപ്പ് തന്നെ ആണെങ്കിലും ഡെയിലി നമുക്ക് ബ്രൈഡൽ വർക്കൊന്നും നമുക്കില്ല. അത് എനിക്കെന്നല്ല ആർക്കും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബാക്കി ദിവസങ്ങൾ എന്തിനാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കാതെ പുതിയതായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് ഞാൻ കൂടുതലും തേടുന്നത്. ഈയിടെ ഞാനൊരു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, യാത്രകൾ നമ്മളെ ഭയങ്കരമായിട്ടും റിഫ്രഷ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നതോടൊപ്പം എന്നെപ്പോലെ വിഷമിച്ചിരിക്കുന്നത് പ്രായമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ പല സാഹചര്യങ്ങളിലിരിക്കുന്ന അവർക്കും എന്തുകൊണ്ട് ഒരു സന്തോഷം നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചുകൂടാ എന്നുള്ള ചിന്തയിൽ നിന്നും ആണ് പുതിയ എൻ്റെ സംരംഭമായ സാറ ട്രയാങ്കിൾ എന്ന ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ അത് 2 മാസം എനിക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. ഇൻഷാ അല്ലാഹ് ഒരു പെരുന്നാളിന് ശേഷം അതും കൂടുതൽ ഇതായിട്ട് എനിക്ക് ആക്റ്റീവാക്കി കൊണ്ടുവരണം എന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് എനിക്ക് അതിൻ്റെ ബേസിൽ എനിക്ക് വരികയുണ്ടായി. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ തീരുമാനിക്കാം. ഈ യാത്രകൾ പോലും എല്ലാ ദിവസവും നമുക്കില്ല. ഇതൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വായടയ്ക്കാനും നമുക്ക് പറ്റുന്നില്ല. നമ്മളത് പ്രൂവ് ചെയ്യുക, നമുക്കിതൊക്കെ പറ്റും എന്ന് നമ്മൾ മറ്റുള്ളവരെ പ്രൂവ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലെ സംരംഭകയെ നമ്മളിലെ വ്യക്തിയെ തിരിച്ചറിയേണ്ടത് നമ്മൾ മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. എല്ലാ മനുഷ്യരിലും എല്ലാ സ്ത്രീകളിലും എന്തെങ്കിലും ഒരു കഴിവുകൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവാം. അത് നമ്മൾ തന്നെ തിരിച്ചറിയുക. അതുപോലെ തന്നെ മാർക്കറ്റിൽ മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുക. ആ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്ന വിധം ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഒരു ബിസിനസ് സംരംഭകൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. അങ്ങനെ ഒരുപാട് കാശുള്ളവർ കാശിട്ട് പലതും ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പോകണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾക്ക് സന്തോഷിക്കാനാവുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാധാനപരമായിട്ടും ആത്മാഭിമാനത്തോടെയും നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളിലെ സംരംഭക വിജയത്തിലെത്തിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനത്തിനുമായി യാത്രകൾ സംഘടിപ്പിക്കാനുള്ള പുതിയ സംരംഭം തുടങ്ങുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ് സാറ ഇപ്പോൾ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സിയാൻ +1 വിദ്യാർത്ഥി സമാൻ എന്നിവർ സാറയുടെ മക്കളാണ്. ടീം റിപ്പോർട്ടേഴ്സ്, കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. ഫോൺ 9947142772.